എൻ്റെ പാർട്ടി ആണ് തീരുമാനമെടുക്കേണ്ടത്. ഒരു പട്ടികവർഗ്ഗക്കാരനെന്ന നിലയ്ക്ക് ഏറ്റവും താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്ന എൻ്റെ ബയോഡാറ്റ വളരെ വ്യക്തമായിട്ട് അറിയുന്ന നേതൃത്വം ഈ അവസരത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ള പ്രതീക്ഷയോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് പട്ടികജാതി വകുപ്പും പട്ടികവർഗ വകുപ്പുമായി 2 വകുപ്പായി വിഭജിച്ചിട്ടുണ്ട്. ആ സ്റ്റാറ്റസ് കോ നിലവിൽ വരണം. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്തും പട്ടികജാതിക്കാരനും പട്ടികവർഗത്തിൽപ്പെട്ട വർക്കുകളും ഒക്കെയാണ് ഇത് കൈകാര്യം ചെയ്തത്. കാരണം അതിലൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞിട്ടും ഇന്നും പാവപ്പെട്ട പട്ടികവർഗക്കാർ ഏറ്റവും യാചന അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും ജനസംഖ്യ കൂടി വരുന്ന ഈ ഘട്ടത്തിൽ അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ യോജിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ യോജിപ്പിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കണമെങ്കിൽ അതിന് പ്രത്യേക ഒരു വകുപ്പ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ 4ാമത്തെ ടൈമാണ് ഞാൻ വിജയിച്ച് വന്നത്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ്. ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ പറഞ്ഞു വന്നാൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരുള്ള മണ്ഡലത്തിൽ നിന്ന് വരുന്ന ഒരാൾ കൂടിയാണ്. ഏക MLA ആണ് പട്ടികവർഗ്ഗത്തിൽ നിന്നുള്ള. അപ്പോൾ എല്ലാവിധ യോഗ്യതയുണ്ട്. അത് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? തീർച്ചയായിട്ടും അവർക്കറിയാലോ. 2011, 2016, 2021, 2026 ഈ ഘട്ടങ്ങളിൽ നടന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 4 ടൈമായിട്ട് ഒരേ നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് ഞാൻ വിജയിച്ച് വന്നത്. ജനങ്ങളുമായുള്ള ബന്ധം മാത്രമല്ല, സ്റ്റേറ്റിൽ 14 ജില്ലകളെടുത്ത് പരിശോധിക്കുക. ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരുള്ള ജില്ല വയനാടാണ്. അതിൽ സ്റ്റേറ്റിൽ വെച്ച് ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരുള്ള നിയോജക മണ്ഡലമാണ് സുൽത്താൻ ബത്തേരി. ആ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് 4 ടൈം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച വിജയിച്ച് വന്നത്.